നാദാപുരത്ത് ജീവിച്ചിരിക്കുന്ന സ്ത്രീയെ മരിച്ചതായി രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നോട്ടീസ് നൽകിയെന്ന് പരാതി. മരിച്ചെന്ന രേഖയിലുള്ള നാദാപുരം സ്വദേശി കല്യാണി തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ രേഖ കൈപ്പറ്റിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് കല്യാണി മരിച്ചു എന്ന് ആരോപിച്ച് പരാതി നൽകിയത്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് വിവരങ്ങളുമായി. നിഖിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കല്യാണി ഞാൻ ഇനി ജീവിച്ചിരിപ്പുണ്ട് എന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖയൊക്കെ അഫിഡവിറ്റ് ഈസി പറയുന്ന പോലെ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുമോ നിഖിൽ? ഹഷ്മി, അവരുടെ പ്രതികരണം നമ്മുടെ കൈവശമുണ്ട്, അതുകൂടെ കാണിച്ചാൽ എന്തായിരിക്കും. എന്തായാലും ഇതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അതായത് കല്യാണി മരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പരാതി നൽകുന്നതും ഇവർ മരിച്ചു ഇനി വോട്ടുണ്ടാകില്ല എന്ന് അറിയിക്കാൻ വേണ്ടി വീട്ടിലേക്ക്, അങ്ങനെ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ചാലഞ്ച് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് ഇതിൻ്റെ നോട്ടീസ് നൽകാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു. അപ്പോൾ ഇത് കൈപ്പറ്റുന്നതാകട്ടെ, ഈ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റുന്നതാകട്ടെ, അത് കല്യാണി തന്നെയാണ്. അതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്, നമുക്കറിയാം, വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. വോട്ട് ചേർക്കലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോഴാണ് പ്രാദേശികമായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. എന്തായാലും കല്യാണിയുടെ കാര്യത്തിൽ അതൊരു തെറ്റായ പരാതിയായിരുന്നു എന്ന് തെളിയുകയാണ്. കല്യാണി ചോദിക്കുന്നത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ആരാണ് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ വോട്ട് തള്ളിയത് എന്നുള്ളതാണ്. അവർ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധു കൂടിയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ഈ വാർത്ത മാറുകയാണ്. അതായത് ആ നോട്ടീസ് കൈപ്പറ്റാൻ, മരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഇനി വോട്ടില്ല എന്ന് പറയുന്ന ആ നോട്ടീസ് കൈപ്പറ്റാൻ എത്തുന്നത്, നോട്ടീസ് കൈപ്പറ്റുന്നത് കല്യാണി തന്നെയാണ്. ഉദ്യോഗസ്ഥൻ വീട്ടിലെത്തുമ്പോൾ അത് കൈപ്പറ്റുന്നത് കല്യാണി തന്നെയാണ്. അതാണ് ഇതിലെ കൗതുകം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അമ്മ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ആരാണ് ഇത്തരത്തിലുള്ള പരാതി കൊടുത്തതെന്ന് എനിക്ക് അറിയണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും താൻ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. ഹാഷ്മി, സ്മിത. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഡിവൈഎഫ്ഐ നേതാവാണ് ഈ കാര്യം കാണിച്ച്, ഈ നേതാവല്ല പ്രവർത്തകരാണ് കല്യാണി മരിച്ചെന്ന് ആരോപിച്ച് പരാതി നൽകിയത്. ഈ കല്യാണി എന്ന അമ്മ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ബന്ധുവാണെന്ന് ഇപ്പൊ നിഖിൽ പറയുന്നുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ ഇത് വെച്ചിട്ടാണോ അങ്ങനെ കൊടുത്തതെന്നൊരു സംശയമുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മരിച്ചു എന്ന് പറഞ്ഞ പരാതി കൊടുക്കാറുണ്ടോ രാഷ്ട്രീയ? എനിക്ക് അറിയില്ല, നാട്ടിലെ അറിഞ്ഞൂടാ, എങ്ങനെയാണ് പരിപാടി അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും കല്യാണം പറയുന്നത് ഞാൻ മരിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥർ മരിച്ച നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേ കല്യാണം മരിച്ചില്ല മക്കളെ, ഞാൻ തന്നെ മേടിച്ചു, ഞാൻ മരിച്ചിട്ടില്ല സാറേ, എനിക്ക് വോട്ട് വേണം. കല്യാണം തന്നെ പറയുന്ന നമ്മൾ തമാശയായിട്ട് പറയുമ്പോഴും അത് കുറച്ച് മാരക പ്രശ്നങ്ങൾ അതിലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും.